ഇയാൾ അള്ളാഹുടെ ഖുർആൻ കൊണ്ട് കളിച്ച കളി കേൾക്കണ്ടേ? ഇയാൾ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഇയാൾ ഓതിയ ഒരായത്താണ് ആദ്യം കേൾപ്പിക്കുന്നത്. ആറ്റിങ്ങൽ പോയിട്ടൊരു മുഖാമുഖം നടത്തി, അവിടെ ഇയാൾ ഒരായത്ത് ഓതിയിട്ടുണ്ട്, ആറ്റിങ്ങൽ ആയത്ത്. അതൊന്ന് കേൾക്കുക. ആ സ്ത്രീകൾ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും തന്നാൽ, വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ, ഉപയോഗിച്ചോളൂ. ഇത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. ഖുർആനിൽ സന്തോഷത്തോടെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വല്ലതും തന്നാൽ വാങ്ങിക്കോളൂ എന്ന് ഖുർആൻ പറയുമ്പോ അത് വാങ്ങൽ ഹറാമാണ് എന്നൊരു മസ്അല പറയണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ പാതിരിമാരെ പോലെ സ്വന്തം മതമുണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന വെല്ലുവിളിക്കുന്നു പേരോടെ. ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബ്നലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിവെക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പെടുത്ത് നടക്കും ഞങ്ങള്. പച്ചക്കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ. ഇത് ബി ഭിന്നായതല്ല, മിന്നി ബി ആയതുമല്ല. നിങ്ങൾ മനഃപൂർവം കൃത്രിമം കാണിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളിവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞുതരാ സദസ്യർക്ക് മനസ്സിലാക്കാൻ. എവിടെ ഇയാൾ ആയത്തോരിന്നറിയോ? ഇയാൾ ആയത്തോരിയാൽ എന്തിനാ? സ്ത്രീധനത്തെ പറ്റി അവിടെ ചോദ്യം. അപ്പൊ ഇയാൾ പറയണ് കുറെ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിനതിന് തെറ്റൊന്നുമില്ല, ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാണ് പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്ന തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞാ ഈ ആയത്തോതനത്. എന്നിട്ടാ മൂപ്പര് ആയത്തോതനത്. ആയത്തോതന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്. പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? രണ്ട്, ഓതിയത് തന്നെ അബദ്ധമാണ്. ഇല്ലാത്ത ആയത്താ നിങ്ങൾ ഓതിയത്. നിങ്ങൾ ഓതിയതുപോലെ ഒരായത്ത് ഖുർആനിൽ ഇല്ലേ ഇല്ല. തെളിയിക്കാൻ കഴിയോ? കുഞ്ഞാടുകളെ പിടിച്ചു കൊണ്ടെന്ന് പേരോടിനോട് നിങ്ങൾ ഇവിടെ കൊടുന്ന് കാണിക്കണം. വരാ, ഞാൻ വരാ. നിങ്ങൾ പേരോടിന്റെ ഈ ആയത്ത് മുസാഹിബ് തീർത്തവർ ഒന്നും വേണ്ട. മുസാഹിബ് നിർത്തിയിട്ട് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഓതിയതുപോലെ ഒരായത്ത് ഖുർആനിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ അന്ന് ഹുസൈൻ സലഫി പരിപാടി അവസാനിപ്പിച്ച് നിങ്ങളെ പിന്നാലുണ്ടാവും. ഞാൻ ആയത്ത് ശരിക്കൊന്ന് കേൾപ്പിച്ചേരാം. മാത്രല്ല ഒരു മിനിറ്റ് കൂടെ ഇയാൾ ചെയ്തൊരു കൃത്രിമം കൂടിയുണ്ട്. ആയത്ത് പറഞ്ഞ വിഷയത്തിനെതിരെ ഓതി ഒന്ന്. രണ്ട്, ആയത്തിന്റെ ഓതിയ ആയത്ത് തന്നെ മുറിച്ചും കട്ടും ഓതി. രണ്ട്. മൂന്ന്, ആയത്തിന്റെ ആദ്യ ഭാഗം കട്ടു. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? ആദ്യ ഭാഗം ഓതിയാൽ ഇയാൾ പറയുന്നതിനെതിരാണ്. ഇയാൾ പറഞ്ഞ എന്താണ്? പെണ്ണിന്റെ വീട്ടുകാർ തൃപ്തിപ്പെട്ട് വല്ല മുതലും തന്ന സ്ത്രീധനായിട്ട് നമുക്ക് വാങ്ങാന്നില്ലാണല്ലോ തെളിവോതിയത്. ആയത്തിൽ പറയുന്ന വിഷയം എന്താ? തുടക്കത്തിൽ അതാ പറയുന്നത്. ആയത്ത് കണ്ട നിങ്ങള്? ആയത്ത് ഫുള്ള് ഓടിത്തരാ. പേരോടെ നിങ്ങൾ ഇവിടെ ഫൈൻ തിബ്നലക്കും മിൻ ഷൈഇൻ ഫകുലൂഹു ഹനിയം മരിയാന്നല്ലേ ഓതിയത്? അല്ലാഹുവിന്റെ ഖുർആനിലുള്ളത് ഇങ്ങനെയാണ്. ഫൈൻ തിബ്നലക്കും അൻ ഷൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു ഹനിയം മരിയാ. മാത്രല്ല അത് സ്ത്രീധനം, പെണ്ണുങ്ങളെ വാപ്പിൽ നിന്ന് സ്ത്രീധനം തന്നാ വാങ്ങി തിന്നോളാനല്ല. പേരോടെ പഠിക്കണം. ആയത്ത് നിങ്ങൾ കട്ടതല്ലേ? തുടക്കത്തിലല്ല പറയുന്നത് വാതുന്നിസാ, പെണ്ണുങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. ആണുങ്ങളെ സ്വദഖാതിഹിന്ന നിഹ്ല, മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടുകൊണ്ട് നല്ല നിലക്ക് നിങ്ങൾ അവർക്ക് മഹർ കൊടുക്കണേ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടല്ല പറയാണ്. അങ്ങനെ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് മനസ്സറിഞ്ഞ് കൊടുത്ത മഹറിൽ നിന്ന് വല്ലതും അവര് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് പിന്നീട് തന്നാൽ നിങ്ങൾ തിന്നോ, നിങ്ങൾ സ്വീകരിച്ചോ എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്. അത് ആദ്യ ഭാഗം കട്ടിട്ട് നിങ്ങൾ എന്തു പറഞ്ഞു? സ്വതക്കം അവർക്ക് മഹർ കൊടുക്കണം എന്ന് പറയുന്ന ആയത്തിന് കട്ടു. എന്നിട്ട് വായിച്ചതും തെറ്റി. എന്നിട്ട് പെണ്ണുങ്ങളെ ഭാഗത്ത് നിന്ന് നമുക്ക് പൊരുത്തപ്പെട്ട് വല്ലതും തന്നാ തിന്നോളാനാണ് അള്ള പറഞ്ഞിരിക്കുന്നത് എന്ന് തെളിവും ഓതിയില്ലേ? പടച്ച റബ്ബിന്റെ
റബ്ബിന്റെ കോടതിയിൽ നിങ്ങളെ വിടുമോ? ദുന്യാവിൽ നിങ്ങൾക്ക് വാചാലതയോടുകൂടി കുഞ്ഞാടുകളെ കൊണ്ട് തക്ബീർ വിളിപ്പിക്കുമ്പോ, നിങ്ങളെ നാവിന് നാളെ ആഖിറത്തിൽ സീല് വെക്കുമ്പോ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെ വായക്ക് സീല് വെക്കും. അപ്പോ ഇത് ഒരിടത്തല്ല, ഇത് പാറ്റിങ്ങൽ ഇറങ്ങിയ ആയത്താട്ടോ. ഇനി അടുത്ത